അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് ബിസിനസ് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന ആൾക്കാരെ ചേച്ചി പ്രായമുള്ള ഒരു വ്യക്തിയാണ്, 74 വയസ്സുണ്ട്. 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ഐഡിയ ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് പേർക്ക് ബിസിനസ് കൊടുക്കാൻ ടേണോവറൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഞാൻ ബിസിനസ് പ്ലാനൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഞാനൊരു വൃദ്ധനാണ്, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, തന്നെയല്ല ഇത് ഇങ്ങനത്തെ ബിസിനസ്സോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഈ ചങ്ങാതി ഹയറിച്ച് പൊട്ടി കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യത്തിന് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ചപ്പോൾ പറയുകയാണ്, അങ്ങേർക്ക് 14 ലക്ഷം രൂപ. ഈ വൃദ്ധൻ 14 ലക്ഷം. ഞാൻ പറഞ്ഞ് പോകേണ്ടതായിരുന്നു. 5000 രൂപ നമ്മളൊക്കെ പുള്ളി വൃദ്ധനാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്, അങ്ങേർക്ക് ഗുണമുള്ള പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട്. അതുപോലെ 14 ലക്ഷം രൂപ അയാൾ എന്ത് കണ്ടിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു? 14 ലക്ഷം രൂപ. അങ്ങേര് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അങ്ങേര് ടെസ്റ്റിന് വേണ്ടി ആദ്യം 10,000 20,000 ഇട്ട് നോക്കി, അത് തിരിച്ചു കിട്ടി. ഒരു 50 ഇട്ട് നോക്കി, തിരിച്ചു കിട്ടി. അത് 14 കിട്ടും. എല്ലാ മനുഷ്യനും കൂടുതൽ ബുദ്ധിയുള്ള പൊന്മാൻ മുട്ടയിടുന്നത് വെള്ളത്തിലാണെന്നുള്ളത്, കാരണം സേഫായിട്ട് ചെയ്യുന്നത്, അതൊരിക്കലും തിരിച്ചു വരാറുണ്ട്. അതുപോലെയാണ് നമ്മുടെയുള്ള പല ആൾക്കാരും. മലയാളികൾക്ക് എന്നും ലോകത്തിൽ എവിടെ തട്ടിപ്പോകണം അതിനകത്ത് ആദ്യത്തെ പേര് മലയാളികൾ എന്ന് പറയുന്ന സത്യമാണ്. നമുക്ക് ഇന്നും താല്പര്യം മണി ചെയിൻ കമ്പനികളാണ്. അപ്പോൾ മണി ചെയിൻ കമ്പനിയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് അവരും ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മളും ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് തെറ്റല്ല. ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കണ്ടേ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബാങ്കിന്റെ മാനേജറായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ജോലി കിട്ടിയാൽ അവർ ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? ബാങ്ക് ആൾക്കാരെ ചിലപ്പോൾ ജോലി ചെയ്യിപ്പിക്കല്ലേ, അക്കൗണ്ട് എടുപ്പിക്കല്ലേ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കല്ലേ, അല്ലേ? ഞാൻ കഴിഞ്ഞ എൻ്റെ സ്റ്റോറി പറയാം. നമ്മുടെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, എൻ്റെ സ്വദേശം ഏറ്റുമാനൂർ എന്ന സ്ഥലത്താണ്. അവിടുത്തെ എൻ്റെ ഒരു നാട്ടുകാരനാണ്. അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഭാര്യ ഭയങ്കരമായിട്ട് എതിർത്തു. നമ്മൾ ആളെയൊക്കെ പോയി കാണണ്ടേ, വിളിക്കണ്ടേ, അവർ ചെയ്യുന്ന നമുക്ക് ചേർന്ന് പണിയില്ല. 1.5 വർഷത്തോളം ഞാൻ ആ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവസാനം ഐഡിയ റിന്യൂ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാനൊന്നുമില്ല. വേണ്ടാത്ത ആൾക്കാരെ നമുക്ക് വെച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ല. ഈ അടുത്തിടയ്ക്ക് വൈഫ് ഒരു ഫിനാൻസ് കമ്പനിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തു. മാനേജറാണ്, 8000 രൂപ ശമ്പളം, ബാക്കി കമ്മീഷനാണ്. ഒരു 7 പ്രാവശ്യമെങ്കിലും എന്നെ വിളിച്ചു. ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടു, മലയാളം തന്നെ തിരിച്ചു വരുന്നതെന്ന് കാണാൻ പറ്റും. എന്താ അക്കൗണ്ട്സ്, പിന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് കമ്മീഷനാണ് ആവശ്യം കിട്ടുന്നത്. 8000 രൂപ കൈ കിട്ടിയപ്പോൾ ആരെ വിളിക്കാൻ മടിയില്ല, ആരെയും കാണാൻ മടിയില്ല. എൻ്റെ തന്നെ ഫ്രണ്ട്സിൽ എത്രയോ പേരെ വെച്ച് വിളിച്ചിരിക്കുന്നു, നേരിട്ട് കാണാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മുടെ മെന്റാലിറ്റിയുടെ പ്രശ്നമാണ്. ജോലിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഇത് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ജോലി കിട്ടി, അതിന്റെ പേരിൽ ഒരു ID കാർഡ് തൂക്കിയിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു അക്കൗണ്ട് പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിലെ മാനേജറാണ്. അതേസമയത്ത് നമ്മൾ സ്വന്തം ബിസിനസ്സിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വിഷമമാണ്. നമ്മൾ എന്തോ പരിപാടി ചെയ്യുന്നത് തെറ്റായിട്ടുള്ളത്. എനിക്കിപ്പോഴും മനസ്സിലാകാൻ പറ്റാത്ത കാര്യം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ കുറച്ചുകൂടി ആഘോഷത്തോടെ ചെയ്യേണ്ടത്, കുറച്ചുകൂടി ആവേശത്തോടെ അഭിമാനത്തോടെ ചെയ്യേണ്ടതല്ലേ.